എല്ലാവർക്കും ദേവൂസ് ഹോമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഗ്രീൻ ടീ ടോണറാണ്. അപ്പോൾ ഈ ഒരു ടോണറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ബ്രൈറ്റൻ ചെയ്യിപ്പിക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ടോണർ. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ആക്നീസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടോണർ തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ ടോണർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രീൻ ടീ ആണ്. ഇത് ലിപ്റ്റൻ്റെ ഗ്രീൻ ടീ ആണ്. നല്ലൊരു കമ്പനിയാണ് കേട്ടോ ഈ ലിപ്റ്റൺ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കുഞ്ഞ് പാക്കറ്റാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ ഇതുപോലത്തെ ഒരു പാക്കേജിങ്ങിലാണ് ഗ്രീൻ ടീ കിട്ടുക. മെജോറിറ്റിയും ഇങ്ങനത്തെ രീതിയിലായിരിക്കും നമുക്ക് ഗ്രീൻ ടീ കിട്ടാറ്. പിന്നെ ചിലപ്പോൾ നമുക്ക് സാധാ തേയിലയൊക്കെ മേടിക്കില്ലേ, അതുപോലെ തന്നെ ഗ്രീൻ ടീ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റ് ഒരു കുഞ്ഞ് ബൗളിനകത്ത് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ഇങ്ങനെ മുക്കി വെക്കുന്നുണ്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കുകയാണ്. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും. ഇതാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. ഒരു യെല്ലോ കളറിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പാക്കറ്റ് മാറ്റുകയാണ്. എന്നിട്ട് ഈ ഒരു വെള്ളം ഒന്ന് അരിച്ചെടുക്കുകയാണ്. കാരണം അതിനകത്ത് ചെറിയ ചെറിയ പൊടികളുണ്ട്, നമ്മൾ ആ ഗ്രീൻ ടീയുടെ പൊടികളുണ്ട്. അതുകൊണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഞാൻ ഒരെണ്ണം എടുക്കുന്നുള്ളൂ. എന്നിട്ട് അത് പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഗ്രീൻ ടീക്കകത്ത് ഒരുപാട് ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓയിലി സ്കിൻകാർക്കും ആക്നെ സ്കിൻകാർക്കും ഒരുപാട് നല്ലതാണ് ഗ്രീൻ ടീ ടോണർ യൂസ് ചെയ്യുന്നത്. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ബ്രൈറ്റൻ ചെയ്യിപ്പിക്കാനും ഇപ്പോൾ ഡൾനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ടൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ഗ്രീൻ ടീ ടോണർ. അപ്പോൾ ഞാൻ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ടോണർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തേക്കുള്ളൊരു സ്പ്രേ ബോട്ടിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഹോം മെയ്ഡായിട്ടുള്ള ടോണേഴ്സൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും സ്പ്രേ ചെയ്ത് അപ്ലൈ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ. ഇതൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. ഞാനിതിപ്പോൾ അടുത്തുനിന്നുള്ളൊരു കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ മേടിക്കാൻ കിട്ടുമെങ്കിൽ ഒന്ന് മേടിച്ച് വെക്കൂ കേട്ടോ. ഈ ഒരു ടോണറിന് നല്ലൊരു സ്മെല്ലാണ്, അതായത് നല്ലൊരു റിഫ്രഷിങ് സ്മെല്ലാണ് ഇതിന്. ഇപ്പോൾ യാത്രയൊക്കെ പോകുമ്പോൾ ഈ ഒരു ടോണർ കയ്യിൽ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഡള്ളായിട്ടൊക്കെ ഫീൽ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഫേസിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിഫ്രഷിങ് ഫീലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ടോണർ ഫേസിലോട്ട് സ്പ്രേ ചെയ്യുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുക. എന്നിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിടിലം ഗ്രീൻ ടീ ടോണറാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതല്ല, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.